ഹായ് എവരിവൺ. ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നവരാണ്, ഒത്തിരി ഏറെ ചിന്തിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ നമ്മുടെ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട തിങ്ക് എന്ന് പറയുന്ന ആ ഒരു പദവുമായിട്ട് ബന്ധപ്പെട്ട ഫ്രേസൽ വെർബുകൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ റെഡിയാണല്ലോ? ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫ്രേസൽ വെർബാണ് തിങ്ക് ബാക്ക്. തിങ്ക് ബാക്ക്. തിങ്ക് ബാക്ക് എന്ന് പറഞ്ഞാൽ ടു റിമെമ്പർ ഓർ തിങ്ക് അബൌട്ട് സംതിങ് ഫ്രം ദ പാസ്റ്റ്. അതായത് കഴിഞ്ഞ കാലത്ത് നടന്ന എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ള രീതിയിലാണ് തിങ്ക് ബാക്ക് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസൽ വെർബ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസുകളിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് നോക്കാം. ഷീ ഹാഡ് ടു തിങ്ക് ബാക്ക് സെവറൽ ടൈംസ് to remember the name of the restaurant. She had to think back several times to remember the name of the restaurant. ആ റെസ്റ്റോറൻറ്റിന്റെ പേര് അവൾക്ക് ഓർമ്മിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഒരുപാട് പ്രാവശ്യം ആ ഒരു പഴയ കാലത്തിലേക്ക് ചിന്തിച്ച് അല്ലെ ബാക്കിലേക്ക് ചിന്തിച്ച് ഓർമ്മിച്ചെടുക്കാനായിട്ട് അവള് ഒരുപാട് ശ്രമിച്ചു എന്നാണ് ഇതിനർത്ഥം. I enjoy thinking back to my childhood. I enjoy thinking back to my childhood. ഇത് നമ്മുടെ കുട്ടിക്കാലം ഓർമ്മിക്കാനായിട്ടുള്ള നമുക്ക് ആ ഒരു കാര്യം ഒരു എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻജോയ് ചെയ്യുന്നു. തിങ്കിങ് ബാക്ക് ടു മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ചിന്തിക്കുന്നതിലൂടെ, പഴയ കാലത്തെ കുറിച്ച് ചിന്തിക്കുന്നതിലൂടെ ഞാൻ എൻജോയ് ചെയ്യുന്നു. ഐ എൻജോയ് തിങ്കിങ് ബാക്ക് ടു മൈ ചൈൽഡ്ഹുഡ്. ക്യാൻ യു തിങ്ക് ബാക്ക് ടു വാട്ട് യു വർ ഡൂയിങ് ലാസ്റ്റ് നൈറ്റ്? ക്യാൻ യു തിങ്ക് ബാക്ക് ടു വാട്ട് യു വർ ഡൂയിങ് ലാസ്റ്റ് നൈറ്റ്? കഴിഞ്ഞ രാത്രിയിൽ നീ എന്തായിരുന്നു ചെയ്തിരുന്നതെന്ന് നിനക്ക് ചിന്തിക്കാനായിട്ട് കഴിയുമോ? നിനക്ക് അതിനെ ഓർമ്മിച്ചെടുക്കാനായിട്ട് കഴിയുമോ എന്നാണ് ഇതിനർത്ഥം. ലെറ്റ്സ് തിങ്ക് ബാക്ക് ടു ദ ബിഗിനിങ് ഓഫ് ദ പ്രോജക്റ്റ് ടു സീ വേർ വി വെന്റ് റോങ്. ലെറ്റ്സ് തിങ്ക് ബാക്ക് ടു ദ ബിഗിനിങ് ഓഫ് ദ പ്രോജക്റ്റ് ആൻഡ് സീ വേർ വി വെന്റ് റോങ്. അതായത് ആ പ്രോജക്റ്റിന്റെ ആദ്യ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എന്നിട്ട് എന്തിനു വേണ്ടിയാണ് ചിന്തിക്കുന്നത്? എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. അടുത്ത എക്സ്പ്രഷൻ ആണ് തിങ്ക് അപ്പ്. തിങ്ക് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കഥയൊക്കെ മെനഞ്ഞുണ്ടാക്കും എന്ന് പറയുന്നത് നമ്മുടെ തലയിലിട്ട് നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കും. അതിനെയാണ് നമ്മൾ തിങ്ക് അപ്പ് എന്ന് പറയുന്നത്. ടു ഇൻവെന്റ് സംതിങ് ഇൻ യുവർ ഹെഡ്, എസ്പെഷ്യലി സം എക്സ്ക്യൂസസ് ഒക്കെ നമ്മൾ കണ്ടെത്തൂല ചില കാര്യങ്ങളിൽ. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ തിങ്ക് അപ്പ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. ഷീ ഹാഡ് ടു തിങ്ക് അപ്പ് എ ന്യൂ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഷീ ഹാഡ് ടു തിങ്ക് അപ്പ് എ ന്യൂ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതായത് പുതിയ ഒരു വിപണന തന്ത്രം അവൾക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ടായിരുന്നു, അതായത് ചിന്തിച്ചെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. You have to think up a good excuse for not attending the meeting. You have to think up a good excuse for not attending the meeting. അപ്പോൾ നിങ്ങൾ ആ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തില്ല. അപ്പം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാതിരുന്നതിന്റെ ഒരു കാരണമായിട്ട് ഒരു നല്ല എക്സ്ക്യൂസ് നിങ്ങൾക്ക് ചിന്തിച്ച് എടുക്കേണ്ടതായിട്ട് ഉണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. The children were asked to think up their own superhero characters. The children were asked to think up their own superhero characters. അതായത് സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സ് നമുക്കറിയാലോ. ഇപ്പൊ സൂപ്പർമാൻ അല്ലെങ്കിൽ ഹീമാൻ. ഇപ്പൊ കുട്ടികളൊക്കെ കാർട്ടൂൺസ് ഒക്കെ കാണുമ്പോഴേക്കും അതിനകത്ത് അവർക്ക് കൂടുതൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ചിന്തിച്ച് എടുക്കാനായിട്ട് കുട്ടികളോട് ആവശ്യപ്പെട്ടു എന്നാണ് ഇതിനർത്ഥം. മൂന്നാമത്തെ എക്സ്പ്രഷനാണ് തിങ്ക് ഫോർ യുവർ സെൽഫ്. തിങ്ക് ഫോർ യുവർ സെൽഫ്. സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴേക്കും മറ്റുള്ളവരുടെ ആ ഒരു ചിന്താഗതിയിലൂടെ അല്ലെങ്കിൽ അവരുടെ ചിന്താ വീക്ഷണത്തിലൂടെയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. അപ്പൊ ആ രീതിയിലല്ലാതെ സ്വന്തമായിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നതിനെയാണ് ഈ തിങ്ക് ഫോർ യുവർ സെൽഫ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചിന്താഗതികൾ ഉണ്ടാകണം.
അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുമ്പോഴേക്കും തിങ്ക് ഫോർ യുവർ സെൽഫ് എന്ന് പറയും. നമുക്ക് അതിന്റെ സെന്റൻസുകൾ നോക്കാം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ടീച്ച് യുവർ ചിൽഡ്രൻ ടു തിങ്ക് ഫോർ ദംസെൽവ്സ് ആൻഡ് ടു ബി ഇൻഡിപെൻഡന്റ്. It is essential to teach your children to think for themselves and to be independent. അതായത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ രീതിയിൽ ചിന്തിക്കാനായിട്ട് വിടുക. പിന്നെ അതുകൂടാതെ ഇൻഡിപെൻഡന്റ്, മറ്റുള്ളവരെ ആശ്രയിക്കാത്ത ഒരു രീതിയിൽ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഡോണ്ട് ലെറ്റ് അതേഴ്സ് ഡിക്റ്റേറ്റ് യുവർ ബിലീഫ്. Learn to think for yourself. Don't let others dictate your belief. Learn to think for yourself. എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ നമ്മുടെ വിശ്വാസത്തെ ഭരിക്കാനായിട്ട് നമ്മളുടെ എടുക്കരുത്. അതായത് മറ്റുള്ളവരല്ല നമ്മുടെ വിശ്വാസത്തെ തീരുമാനിക്കേണ്ടത്. നമ്മൾ ചിന്തിച്ചാണ് ഒരു വിശ്വാസത്തിലേക്ക് പോകേണ്ടത്. അതാണ് ഇതിന്റെ അർത്ഥം. My parents always taught me to think for myself. My parents always taught me to think for myself. അതായത് എൻ്റെ പാരൻസ് എപ്പോഴും എന്നെ പഠിപ്പിച്ചിരുന്നത് സ്വന്തമായിട്ട് ഞാൻ തനിയെ ചിന്തിക്കണമെന്നായിരുന്നു. You can't always rely on others to make decisions. You have to think for yourself. You can't always rely on others to make decisions. യു ഹാവ് ടു തിങ്ക് ഫോർ യുവർ സെൽഫ്. അതായത് മറ്റുള്ളവരെപ്പോഴും ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ആശ്രയിക്കാൻ പോകരുത്. അവരെ ആശ്രയിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് ഇതിനർത്ഥം. അടുത്ത ഒരു എക്സ്പ്രഷനാണ് ഫിഗർ ഔട്ട്. ഫിഗർ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രശ്നം, ആ പ്രശ്നത്തെ പ്രശ്നമായി തന്നെ കണ്ട് അതിനെ സോൾവ് ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് ഫിഗർ ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് സെന്റൻസുകളിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. I read the instruction of using this. ഇത് ഉപയോഗിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഞാൻ വായിച്ചു. But I don't know how to figure it out. പക്ഷെ ഇതിനെ എങ്ങനെ മനസ്സിലാക്കി സോൾവ് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നാണ് ഇതിനർത്ഥം. I need to figure out my career path. I need to figure out my career path. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യണം. എനിക്ക് അതായത് ചിന്തിച്ച് ഒരു സൊല്യൂഷനിലോട്ട് എത്തണം. എന്തിനെ പറ്റി? മൈ കരിയർ പാത്ത്, എൻ്റെ കരിയറിലേക്കുള്ള ആ ഒരു വഴി, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് ഞാനൊരു സൊല്യൂഷനിലേക്ക് എത്തേണ്ടതാണ്. ദേ ഹാവ് ടു ഫിഗർ ഔട്ട് എ സൊല്യൂഷൻ ടു ദ ബഡ്ജറ്റ് ഇഷ്യൂ. ദേ ഹാവ് ടു ഫിഗർ ഔട്ട് എ സൊല്യൂഷൻ ടു ദ ബഡ്ജറ്റ് ഇഷ്യൂ. അതായത് ബഡ്ജറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം, ബഡ്ജറ്റിന്റെ പ്രശ്നം, ബഡ്ജറ്റ് നമുക്കറിയാം എന്താണെന്ന് അല്ലേ. അപ്പൊ ബഡ്ജറ്റിന്റെ ആ ഒരു ഇഷ്യൂവിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് ഞാൻ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ചിന്തിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ലെറ്റ്സ് ഫിഗർ ഔട്ട് വേർ വി വെന്റ് റോങ്. ലെറ്റ്സ് ഫിഗർ ഔട്ട് വേർ വി വെന്റ് റോങ്. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയതെന്ന് നമുക്ക് ആലോചിച്ച് ചിന്തിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ലെറ്റ്സ് ഫിഗർ ഔട്ട് വേർ വി വെന്റ് റോങ്. അടുത്ത ഒരു എക്സ്പ്രഷനാണ് മൾ ഓവർ. മൾ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒത്തിരി സമയമെടുത്ത് ചിന്തിക്കൂലേ, ഒത്തിരി സമയമെടുത്ത് ചിന്തിക്കുന്ന കാര്യങ്ങളിലാണ് നമ്മൾ മൾ ഓവർ എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് അത് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നോക്കാം. സീത മൾഡ് ഓവർ ഡിഫറെന്റ് സൊല്യൂഷൻസ് ഫോർ ഹെർ പ്രോബ്ലം. സീത മൾഡ് ഓവർ ഡിഫറെന്റ് സൊല്യൂഷൻസ് ഫോർ ഹെർ പ്രോബ്ലം. അപ്പൊ സീതയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ സീത ഈ പ്രശ്നത്തെ കുറിച്ച് ഒത്തിരി സൊല്യൂഷൻസിനെ കുറിച്ച് ഒത്തിരി സമയമെടുത്ത് ചിന്തിച്ചു എന്നാണ് ഇതിനർത്ഥം. സീത മൾഡ് ഓവർ ഡിഫറെന്റ് സൊല്യൂഷൻസ് ഫോർ ഹെർ പ്രോബ്ലം. ലെറ്റ്സ് മേൾ ഓവർ ദിസ് ഐഡിയ ആൻഡ് ഡിസ്കസ്. ലെറ്റ്സ് മേൾ ഓവർ ദിസ് ഐഡിയ ആൻഡ് ഡിസ്കസ്. നമുക്ക് ഈ ഐഡിയയെ കുറിച്ച് ഒത്തിരി സമയമെടുത്ത് ചിന്തിക്കാം, എന്നിട്ട് ഡിസ്കസ് ചെയ്യാം. They were mulling over the possibility of moving to another city. They were mulling over the possibility of moving to another city. അവർ വേറൊരു സിറ്റിയിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒത്തിരി സമയമെടുത്ത് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. He sat quietly mulling over the events of the day. He sat quietly mulling over the events of the day. അതായത് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് അവൻ ഇരുന്ന് ചിന്തിച്ചു, സമയമെടുത്ത് ചിന്തിച്ചു എന്നാണ് ഇതിനർത്ഥം.
അടുത്തൊരു എക്സ്പ്രഷനാണ് മസ്റ്റർ അപ്പ്. മസ്റ്റർ അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു കാര്യം നടത്തുന്നതിന് വേണ്ടി നമ്മൾ ചിന്തിച്ച് അതിനു വേണ്ട എനർജിയൊക്കെ സ്വീകരിച്ച് അത് എങ്ങനെ അക്കംപ്ലിഷ് ചെയ്യാം എന്ന് ചിന്തിച്ച് അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള ഊർജമൊക്കെ സംഭരിച്ചു നിൽക്കുന്ന ആ ഒരു രീതിക്കാണ് മസ്റ്റർ അപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ മസ്റ്റർ അപ്പ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ സെന്റൻസുകളിൽ ഉപയോഗിക്കാം. ജോൺ മസ്റ്റേർഡ് അപ്പ് ദ കറേജ് ടു ആസ്ക് ഹിസ് ബോസ് ഫോർ എ പ്രൊമോഷൻ. ബോസിന്റെ അടുത്ത് ഈ ഒരു കാര്യത്തിന് വേണ്ടി, പ്രൊമോഷന് വേണ്ടിയിട്ട് ചോദിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ജോണിന് അറിയാമായിരുന്നു. അപ്പൊ ജോൺ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു ധൈര്യം കിട്ടുന്നതിന് വേണ്ടി മസ്റ്റർ അപ്പ് ചെയ്തു. നേരത്തെ തന്നെ ഇരുന്ന് ചിന്തിച്ച് അതിനുള്ള ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് പ്രൊമോഷന് വേണ്ടി ചോദിച്ചു. അടുത്തൊരു ചോദ്യമാണ്, ആവശ്യത്തിനുള്ള ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ടാസ്ക് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള എനർജി നിനക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നെങ്ങനെ ചോദിക്കും? ക്യാൻ യു മസ്റ്റർ അപ്പ് ദി എനർജി ടു ഫിനിഷ് ദിസ് ടാസ്ക്? ക്യാൻ യു മസ്റ്റർ അപ്പ് ദി എനർജി ടു ഫിനിഷ് ദിസ് ടാസ്ക്? ക്യാൻ യു മസ്റ്റർ അപ്പ് ദി എനർജി ടു ഫിനിഷ് ദിസ് ടാസ്ക്? ഈ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഒരുപാട് നേരം ഇരുന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുന്നു. ചാടി തീരുമാനം എടുക്കാതെ കുറെ സമയമൊക്കെ എടുത്തിരുന്ന് പതുക്കെ ഒരു നല്ലൊരു തീരുമാനം എടുക്കുന്ന ആ ഒരു എക്സ്പ്രഷൻ പറയുന്നതാണ് സ്ലീപ്പ് ഓൺ സംതിങ്. സ്ലീപ്പ് ഓൺ സംതിങ്. സ്ലീപ്പ്, ഉറങ്ങുക അല്ലെ, എന്തിനെങ്കിലും പുറത്ത് കിടന്ന് ഉറങ്ങുക എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം അത് സ്ലോ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അല്ലെ. അപ്പൊ അതുപോലെ പതുക്കെ സമയം എടുത്ത് ചിന്തിച്ച് തീരുമാനം എടുക്കുന്നതിനാണ് സ്ലീപ്പ് ഓൺ സംതിങ് എന്ന് പറയുന്നത്. അപ്പൊ സ്ലീപ്പ് ഓൺ സംതിങ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഐ ക്യാൻറ്റ് മേക്ക് എ ഡിസിഷൻ നൗ. ഐ വിൽ സ്ലീപ്പ് ഓൺ ഇറ്റ് ആൻഡ് ലെറ്റ് യു നോ ടുമോറോ. ഐ ക്യാൻറ്റ് മേക്ക് എ ഡിസിഷൻ നൗ. ഇപ്പൊ എനിക്കൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഐ വിൽ സ്ലീപ്പ് ഓൺ ഇറ്റ്. ഞാൻ ഇരുന്ന് ചിന്തിക്കാം അതിനെക്കുറിച്ച്. ആൻഡ് ലെറ്റ് യു നോ ടുമോറോ. എന്നിട്ട് ഞാൻ നിങ്ങളോട് നാളെ പറയാം എന്നാണ്. അപ്പൊ തീരുമാനം പെട്ടെന്ന് എടുക്കുന്നില്ല, ഒരു രാത്രി ടൈമില് തീരുമാനം, അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനുശേഷം നാളെ അറിയിക്കാം എന്നാണ് ഇതിനർത്ഥം. ബിഫോർ ദ പ്രസന്റേഷൻ ഐ വിൽ സ്ലീപ്പ് ഓൺ ദ മാറ്റർ. ബിഫോർ ദ പ്രസന്റേഷൻ ഐ വിൽ സ്ലീപ്പ് ഓൺ ദ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രസന്റേഷന് മുമ്പ് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ നല്ല വിശദമായിട്ട് ചിന്തിച്ചിട്ടൊരു തീരുമാനം എടുക്കാം എന്നാണ് അതിനർത്ഥം. ഐ വിൽ സ്ലീപ്പ് ഓൺ ദ റീസൺ ഫോർ മൈ ആബ്സെൻസ്. ഐ വിൽ സ്ലീപ്പ് ഓൺ ദ റീസൺ ഫോർ മൈ ആബ്സെൻസ്. അതായത് എൻ്റെ അസാന്നിധ്യത്തെ കുറിച്ചുള്ള ഈ ഒരു കാരണം എന്താണെന്ന് ഉള്ള കാര്യത്തിൽ ഞാൻ കുറച്ച് ചിന്തിച്ചിട്ട് അതിനെക്കുറിച്ച് പറയാം എന്നുള്ള അർത്ഥത്തിലാണ് ഇതിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ വിൽ സ്ലീപ്പ് ഓൺ ദ റീസൺ ഫോർ മൈ ആബ്സെൻസ്. ഐ വിൽ സ്ലീപ്പ് ഓൺ ദ റീസൺ ഫോർ മൈ ആബ്സെൻസ്. ഇത്രയും നേരം നമ്മൾ നമ്മുടെ തിങ്കിങ് പാറ്റേൺസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു രീതിയിലുള്ള എക്സ്പ്രഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഈ പഠിച്ച എക്സ്പ്രഷൻസ് ഒക്കെ നമ്മുടെ സംസാരത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.